ഞാൻ ഇപ്പം എവിടെയാണെന്നറിയോ? ഞാൻ എൻ്റെ പുതിയ വീട്ടില്ല. അപ്പം ഞാൻ ഇപ്പം ചുറ്റുപാടൊന്നും കാണിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പാലുകാഴ്ചയായിരുന്നു 28-ാം തീയതി. യെസ്, ഞാൻ അതിന് 2 ദിവസത്തിന് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുത്തായിരുന്നു, പക്ഷേ അത് ചളവായിരുന്നു. ഞാൻ വീഡിയോ എടുത്തിട്ട് ഇതുപോലെ സമയമൊന്നും കിട്ടിയില്ല പിന്നെ എടുക്കാൻ. പിന്നെ പാല് കാച്ചുന്നുണ്ടായിരുന്നു, പിന്നെ ആണെങ്കിൽ ഭയങ്കര ടൈമും ഒക്കെ പിടിച്ചു. അപ്പം ഞാൻ പകുതി വീഡിയോ എടുത്തിട്ട് അങ്ങ് നിർത്തിപ്പോയി. അപ്പം ഞാൻ എന്ത് ചെയ്ത് ക്യാമറമാനോട് പറഞ്ഞ്, ക്യാമറമാൻ പ്ലീസ് വീഡിയോ എടുക്കണേ, എനിക്ക് യൂട്യൂബ് ഉണ്ട്, ഇതുപോലെ ഞാൻ പറഞ്ഞു എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പം ഞാൻ ക്യാമറമാനോട് പറഞ്ഞ പോലെ എൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ ഇതുപോലെ വീഡിയോ എടുക്കണം, എനിക്ക് യൂട്യൂബിൽ ഇടാനുള്ള നല്ല ഭംഗിയായിട്ട് എടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം ക്യാമറമാൻ ഇതുവരെ അയച്ചു തന്നിട്ടില്ല. ചെയ്യേണ്ടത്, ഞാൻ മണവാളൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡിയോ ഉണ്ട്, അവിടെയാണ് ഞാൻ കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ ഓക്കെ. അപ്പോൾ ഇതുപോലെ ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ അവർ ഇതുപോലെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അയച്ചു തരാൻ. ഞാൻ ഇപ്പം എൻ്റെ കട്ടിലയിലായിരിക്കും, ഞാൻ റൂം ടൂർ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം എനിക്കാണെങ്കിൽ റൂം ടൂർ ചെയ്യണമെന്നുണ്ട്. അപ്പം എൻ്റെ പ്ലാന്, ഞാൻ നാളെ ആണെങ്കിൽ ഗിഫ്റ്റ് പൊട്ടിക്കുന്ന ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണണം. ഇപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ഉള്ളു, ഇപ്പോൾ ഞാൻ 1-2 മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ എൻ്റെ കാര്യം എനിക്ക് പറയാനായിരുന്നു. അപ്പം നാളെ ആണെങ്കിൽ ഞാൻ ഗിഫ്റ്റ് പൊട്ടിക്കുന്ന ഒരു വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ റൂമിൽ അടുക്കി വെക്കുന്നതുമൊക്കെ, പിന്നെ എൻ്റെ റൂം ടൂർ വരുന്നതായിരിക്കും. എല്ലാവരും അത് കാണണം. സ്റ്റേ ട്യൂൺഡ് ഫോർ മൈ റൂം ടൂർ. അപ്പം ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പം എല്ലാവരും കാത്തിരുന്ന് ഞാൻ വിചാരിക്കുന്നു, എല്ലാവർക്കും വെയിറ്റിംഗ് ചെയ്യാൻ ഞാൻ സോറി കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ റൂമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും കാണിക്കും. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ബൈ.